കേരള രാഷ്ട്രീയം കണ്ട കരുത്തുറ്റ നേതാക്കന്മാരിൽ ഒരാളായ സഖാവ് പിണറായി വിജയനൊപ്പമാണ് ഞങ്ങൾ ഇന്ന്. എറണാകുളം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലാണ് അദ്ദേഹം ഇന്ന്. ഇടുക്കിയിലെ പ്രചരണ പരിപാടികൾക്ക് ശേഷം ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. രാവിലെ തന്നെ പിണറായി വിജയൻ താമസിക്കുന്ന ഹോട്ടലിന് മുമ്പിൽ മാധ്യമപടയുടെ കാവലുണ്ട്. വിവാദങ്ങൾക്ക് ഒരു പ്രതികരണം കിട്ടുകയെന്നതാണ് ഉദ്ദേശം. പക്ഷേ നേതാവ് പുറത്തു വന്നപ്പോൾ ഏറെ നേരം കാത്തുനിന്ന മാധ്യമപ്രവർത്തകർക്ക് നിരാശ. പ്രതികരണമൊന്നുമില്ല. എറണാകുളം ജില്ലയിൽ പിണറായി വിജയന്റെ ആദ്യ പരിപാടി കളമശ്ശേരി മണ്ഡലത്തിലാണ്. LDF സ്ഥാനാർത്ഥി AM യൂസഫിന്റെ പ്രചരണ പരിപാടി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിമർശിച്ചുകൊണ്ടാണ് പ്രസംഗം. കേരളത്തിന്റെ IT മേഖല പിറകോട്ടുപോയത് UDFന്റെ പിടിപ്പുകേടുകൊണ്ടാണെന്നാണ് വിമർശനം. ഉമ്മൻചാണ്ടിക്ക് അടുത്ത കാലത്ത് സ്ഥലജല വിഭ്രാന്തി പിടിപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തു വന്നത് കാരണം തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സ് പിടിച്ചു നിർത്താനാകുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് ഉമ്മൻചാണ്ടി എത്തുന്നുവെന്നാണ് തോന്നുന്നത്. ഉമ്മൻചാണ്ടിക്ക് ഓർമ്മയില്ലാത്ത കാര്യമാകാൻ നിവൃത്തിയില്ല. കേരളത്തിന്റെ IT വികസന രംഗത്ത് ഏറ്റവും വലിയ സംഭാവന ഒരു കുടക്കീഴിൽ വിവിധ സ്ഥാപനങ്ങൾ കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടോടെ തിരുവനന്തപുരത്ത് തുടങ്ങിയ ടെക്നോ പാർക്ക്, അത് സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് സ്ഥാപിച്ചത് എന്നത് ഉമ്മൻചാണ്ടിക്ക് ഓർമ്മയില്ലാതിരിക്കാൻ വഴിയില്ല. ഈ ടെക്നോ പാർക്കിൽ 65,000 പേര് ഇപ്പോൾ ജോലിയെടുക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ IT കേന്ദ്രമായിട്ട് തന്നെയാണ് ഇപ്പോഴും അത് നിൽക്കുന്നത്. പക്ഷെ ഇത് പോരായിരുന്നു, ഇതിനേക്കാളും കൂടുതൽ വരുമായിരുന്നു. IT രംഗത്ത് LDF ഗവൺമെന്റ് കാലത്ത് സ്വീകരിച്ച വികസന നടപടികൾ ശരിയായ രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന് തുടരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ പറയുന്ന ടെക്നോ പാർക്ക് വല്ലാതെ വികസിക്കുമായിരുന്നു. എറണാകുളത്തെ ഒരു സൗഹൃദ കൂട്ടായ്മ നിർമ്മിച്ച ഡോക്യു ഫിക്ഷന്റെ പ്രകാശനമാണ് അടുത്ത ചടങ്ങ്. പിണറായി വിജയനെ കുറിച്ച് തന്നെയുള്ള ഡോക്യു ഫിക്ഷനാണ് ഇത്. കൊച്ചിയിലെ ഒരു സംഘം ചെറുപ്പക്കാരാണ് ഡോക്യുമെന്ററിയുടെ അണിയറക്കാർ. പിണറായി വിജയൻ എന്ന നേതാവിനെ കുറിച്ച് പുറം ലോകത്തിന് അധികമൊന്നും അറിയാത്ത ജീവിത പശ്ചാത്തലം ഡോക്യുമെന്ററിയിലുണ്ട്.
ഈ ക്രൂരമായ മർദ്ദനമെല്ലാം സഹിച്ച് വളർന്നു വന്ന ഒരു നേതാവാണ് സഖാവ് വിജയൻ. അപ്പോൾ പിണറായി തന്നെ സമീപിച്ചിട്ടുള്ള നിവേദക സംഘത്തോട് പറയുന്നു, ഇല്ല, അതിലിടപെടാൻ പറ്റില്ല. അപ്പം പോകുമ്പോൾ അവർക്ക് വല്ലാണ്ട് തോന്നും, ഇയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ നമ്മളോട്, നോക്കട്ടെ എന്ന് പോലും പറഞ്ഞില്ലല്ലോ. അതാണ് പിണറായി. നടക്കുന്ന കാര്യമാണെങ്കിൽ പറയും, ശരി, ഞാനൊന്ന് ശ്രമിക്കട്ടെ, അത് നടന്നിരിക്കും. അതാണ് ആ തിരിച്ചറിവ്. അപ്പോൾ ഈ ആദ്യം വല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമെങ്കിലും ഇതിൻ്റെ പൊരുളും ചുരുളും അറിയുന്ന ഘട്ടത്തിൽ സഖാവ് പിണറായി പറഞ്ഞതായിരുന്നു ശരിയെന്ന് പിന്നീട് കാലം തെളിയിക്കും. എന്തായാലും ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ വിജയന് പുറത്തു നിന്ന് ഒരാൾ മനസ്സിലാക്കുന്ന രീതിയല്ല, പിന്നെ കാഴ്ചക്കല്ല വിജയൻ്റെ ഉള്ളിൽ ക്ലിയറാണ്. എന്തൊരു ബുദ്ധിമുട്ടിന് ആരെയും സഹായിക്കുന്നൊരു മനസ്സ്, അതെനിക്ക് അനുഭവം. എനിക്ക് തന്നെ പലതും മറ്റു ബന്ധങ്ങളൊന്നുമില്ല, പക്ഷെ പലതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് നോക്കും പലർക്കും. അതാണ് വിജയനുള്ള ഗുണം. ഞാൻ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ വാക്കിംഗ് സ്റ്റൈലുണ്ടല്ലോ, അതെല്ലാം ഒരിക്കലും ചിരിക്കല്ലേ ചോദിക്കും എന്നോട്. ഒരിക്കലും ചിരിക്കാത്ത മനുഷ്യന്. പക്ഷേ ചിരിക്കേണ്ട സമയത്ത് വിജയൻ ചിരിക്കും, ഫലിതങ്ങളെല്ലാം പറയും. ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ ആനക്കണ്ണെന്ന് വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം പിടിയിട്ടില്ല എന്താ ആനക്കണ്ണെന്നുള്ളത്. അതായത് ആനയുടെ കണ്ണ് ചെറുതല്ലേ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ആനയുടെ കണ്ണ് ചെറുതാണെങ്കിലും ചെവി വലുതാണെന്ന് പറഞ്ഞു. ചെവി വലുതല്ലേ. അപ്പോൾ ആനക്ക് ഈ ആനയുടെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കണ്ണ് ചെറുതായതുകൊണ്ട്. അപ്പോൾ വിജയൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റുന്നു, വലിപ്പം മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. ആദ്യമായിട്ട് ഞാൻ കാണുന്നതാണ് അങ്ങനെ അത്യധികം സന്തോഷിച്ചിട്ട് ചിരിക്കുന്നത്. ഇനി അല്പനേരത്തെ ഉച്ചവിശ്രമമാണ്. എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ വിവാദങ്ങൾ ഒഴിവാക്കിയുള്ള 1-2 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. പൊതുവെ LDFന് അനുകൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. പക്ഷെ ഇപ്പോൾ പ്രചരണം അന്തിമഘട്ടത്തോടടുക്കുമ്പോൾ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അനായാസമായിട്ടൊരു ഘട്ടത്തിലും കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമായി കാണുന്നവരാണ് ഞങ്ങൾ. പോരാട്ടത്തിൽ എപ്പോഴും നല്ല ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. അത് നിസ്സാരനായ എതിരാളിയായാൽ പോലും എതിരാളിയെ എതിരാളിയായി കണ്ടുകൊണ്ടുള്ള നിലപാട് തന്നെ സ്വീകരിച്ചു പോകണം. ഈ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ കേരളത്തിൻ്റെ പൊതു അന്തരീക്ഷം കനത്ത പരാജയം UDFന് ലഭിക്കാനിടയാക്കുന്നതാണ്. RSSന് അവരുടെ മോഹം എക്കൗണ്ട് തുടങ്ങൽ കേരളത്തിലൊരു മണ്ഡലവും അവരെ സ്വീകരിക്കാനും പോകുന്നില്ല. ഇതിൻ്റെ എല്ലാം ഫലമായി നല്ല ഭൂരിപക്ഷം LDFന് ലഭിക്കാനും പോവുകയാണ്. RSSന്റെ കാര്യം താങ്കൾ തന്നെ പറഞ്ഞു. BJPയുമായുള്ള ബാന്ധവത്തെക്കുറിച്ച് 2 മുന്നണികളും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വാസ്തവത്തിൽ BJP ഒരു ഭീഷണി ഉയർത്തുന്ന സാഹചര്യം കേരളത്തിലുണ്ടോ നിലവിൽ? BJPയുടെ ഭീഷണി കേരള തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നില്ല. കാരണം BJP NDA എന്ന നിലക്കാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അവരെ കേരളത്തിൽ ഒരു മണ്ഡലവും സ്വീകരിക്കാനിടയില്ല. ഈ സാഹചര്യത്തിലാണ് അവരുമായി പഴയ വടകര ബേപ്പൂർ മോഡലിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാൻ കോൺഗ്രസും UDFും തയ്യാറെടുക്കുന്നത്. പ്രത്യേകിച്ച് അതിന് കോൺഗ്രസ്സാണ് നേതൃത്വം കൊടുക്കുന്നത്. അതിൽ തന്നെ ഉമ്മൻചാണ്ടിയും സെറ്റുമാണ് അതിന് മുൻകൈയെടുക്കുന്നത്. അത്തരമൊരു നീക്കത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ
മതനിരപേക്ഷ മനസ്സ് തിരിച്ചറിയുന്നുണ്ട്. ഈ പറയുന്ന നീക്കം വിജയിച്ചാൽ, അതായത് അക്കൗണ്ട് തുടങ്ങാൻ കഴിഞ്ഞാൽ, വലിയ പോറലേൽക്കുന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷതക്കായിരിക്കും. ഇത് മതനിരപേക്ഷ മനസ്സ് സമ്മതിക്കില്ല. കേരളത്തിൽ മഹാഭൂരിപക്ഷം പേരും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ മോഹമോ RSSൻ്റെ പ്രതീക്ഷയോ ഇവിടെ സഫലമാകാൻ പോകുന്നില്ല. പക്ഷേ ഈ BDJS പോലുള്ള ആളുകളുടെ സാന്നിധ്യം മലമ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ എത്രത്തോളം അത് ഒരു നിർണായക ഘടകമാകും? BDJSന് മലമ്പുഴയിൽ പ്രത്യേകിച്ച് യാതൊരു സാന്നിധ്യമില്ല. ഇവർ ഈ കുറച്ച് പണം കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് വല്ലാത്ത പൊളപ്പ് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒന്നും പിന്നിൽ ആളുകളില്ല. ആളുകൾ രാഷ്ട്രീയ നിലപാട് പണ്ട് മുതലേ സ്വീകരിച്ചു വരുന്നതാണ്. മലമ്പുഴ എന്നത് ഞങ്ങളുടെ ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ BDJS വിചാരിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇതൊക്കെയൊരു തെറ്റായ പ്രചരണമെന്ന് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. BDJSൻ്റെ നില പരിശോധിച്ചാൽ നമ്മൾ കാണേണ്ടത്, ശ്രീനാരായണ ഗുരുവാണ് SNDP സ്ഥാപിച്ചത്. അത് ശ്രീനാരായണ ധർമ്മ പരിപാലനത്തിന് വേണ്ടിയാണ്. ശ്രീനാരായണ ധർമ്മം നെഞ്ചേറ്റിയവരാണ് SNDPയിൽ അണിനിരന്നിട്ടുള്ളത്. അവർക്കാർക്കും BDJSലൂടെ RSSലേക്ക് എത്താൻ കഴിയില്ല. അതെല്ലാം കൊണ്ട് തന്നെയാണ് RSS ഇവിടെ ഒരു മണ്ഡലവും സ്വീകരിക്കാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങുക. LDFന്റെ പ്രകടന പത്രിക, മദ്യനയം, മുഖ്യമന്ത്രി സ്ഥാനം തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വിവാദങ്ങൾക്കിട നൽകാതെയുള്ള മറുപടി. പ്രകടന പത്രികയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മദ്യനയത്തെക്കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട് പാർട്ടി. പക്ഷേ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ടോ? അതിലൊരു അവ്യക്തതയുടെയും പ്രശ്നം വരുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മദ്യനയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരിക എന്നതിലാണ് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്. അതാണ് 23 വയസ്സിൽ താഴെയുള്ളവർ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു വ്യക്തമായ നിലപാട് തന്നെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വീകരിച്ചതിൻ്റെ അർത്ഥം എന്താ? 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ശിക്ഷാർഹമാകുന്നതാണ്. കുറ്റകരമാകും, ശിക്ഷാർഹമാകും. മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരാൻ മദ്യവർജന സമിതികളുമായി അടക്കം ചേർന്നുകൊണ്ടുള്ള വിപുലമായ ക്യാമ്പയിനിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ഒട്ടേറെ ലഹരി വിമുക്ത ക്യാമ്പുകൾ സ്ഥാപിക്കേണ്ടതായിട്ട് വരും നാട്ടിൽ. ഇങ്ങനെയെല്ലാമുള്ള വിവിധ പരിപാടികളിലൂടെ മദ്യാസക്തി കുറച്ചു കൊണ്ടുവരിക, മദ്യത്തിൻ്റെ ഉപഭോഗം കുറക്കുക, ഇതിനാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ പൂട്ടിയ ബാറുകൾ തുറക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് അവ്യക്തത ഉള്ളത്. അത്തരമൊരു പ്രശ്നം ഉദിക്കുന്നേയില്ല. കാരണം ഇത് അനാവശ്യമായി ഉയർത്തുന്ന ഒരു വാദഗതി മാത്രമാണ്. നമ്മുടെ കേരളത്തിൽ LDF ഗവൺമെൻറ്റിൻ്റെ മദ്യനയം പ്രഖ്യാപിക്കേണ്ടത് ഓരോ വർഷവും ആരംഭത്തിലാണ്. ആ സന്ദർഭത്തിൽ അതത് വർഷത്തെ മദ്യനയത്തെക്കുറിച്ച് പറയും. ഇപ്പോൾ കോൺഗ്രസ് കാണുന്നത് ഇങ്ങനെ ചില പ്രചരണങ്ങൾ നടത്തിയാൽ വോട്ടിങ്ങനെ വന്ന് വീഴുമെന്നാണ്. അതായിരുന്നു പണ്ട് ചാരായം നിരോധിച്ച ഘട്ടത്തിലുണ്ടായത്. ചാരായ നിരോധന സമയത്ത് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത്, ഞങ്ങൾ ആ ചാരായ തൊഴിലാളികളുടെ പ്രശ്നം ഉന്നയിക്കുന്നുണ്ടായിരുന്നു, അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നം. അപ്പോൾ പുനരധിവാസം പ്രശ്നം ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ അന്ന് AK ആൻ്റണി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത്, ഇവർ വന്നാൽ ചാരായ ഷോപ്പ് തുറക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ഇതൊക്കെ പറയുന്നതെന്നാണ്. ഞങ്ങളൊന്നും പറഞ്ഞില്ല. ചാരായ ഷാപ്പിനെ പറ്റി വേറൊന്നും ഞങ്ങൾ പറയാൻ പോയില്ല. ഞങ്ങൾ ഗവൺമെൻറ് വന്നു, ഞങ്ങൾ ചാരായ ഷോപ്പ് തുറന്നു. അപ്പം ഞങ്ങൾക്ക് മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികളെ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. പക്ഷേ കോൺഗ്രസ് ധരിക്കുന്നത് ഇതിങ്ങനെ പറഞ്ഞാൽ കുറേ വോട്ട് കിട്ടുമെന്നാണ്. എന്നാൽ ആ വോട്ടൊട്ട് കിട്ടാനും പോകുന്നില്ല. ഇതാണ് വസ്തുത. ഇപ്പോൾ കേരളം ഒരു കൊടും വരൾച്ചയിലേക്കാണ് പോകുന്നത്. പക്ഷേ പ്രകടന പത്രികകളിലൊന്നും ഇത് നേരിടാൻ ആവശ്യമായ നടപടികളെക്കുറിച്ച് കാര്യമായി പറയുന്നില്ല.
കൊടും വരൾച്ച നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന കാര്യത്തിൽ ആവശ്യമായ നടപടികൾ നിലവിലുള്ള ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതാണ്. അത് ഈ വർഷം സ്വീകരിക്കേണ്ട നടപടിയാണ്. പിന്നെ തുറന്നുള്ള നടപടികൾ എന്ത് വേണമെന്നുള്ളത് പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും വരൾച്ചയുടെ കാര്യത്തിൽ ഫലപ്രദമായ നടപടി ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നതാണ് ഉള്ള അനുഭവം. അക്കാര്യത്തിൽ കൂടുതൽ ഫലപ്രദമായ നടപടികളിലേക്ക് ഗവൺമെൻറ് നീങ്ങേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരാവും എന്നുള്ള പതിവ് ചോദ്യം ചോദിക്കുന്നില്ല. അല്ല, അത് ചോദിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ. ശാരദ ടീച്ചറൊക്കെ പറയുന്നത് താങ്കളാവണം എന്നാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പാർട്ടി തീരുമാനിക്കുന്നത് ഈ പാർട്ടിക്കും LDFനും കൂടി ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആര് മുഖ്യമന്ത്രിയാകണമെന്നത് അപ്പോൾ ഞങ്ങൾ വലിയ പ്രയാസമൊന്നുമില്ലാതെ തീരുമാനിച്ചോളൂ. CPM-നോട് മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ചുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടിയുണ്ട്. കേരളത്തിലെ മീഡിയ മൊത്തമായിട്ട് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മീഡിയയിലെ പ്രബലമായൊരു വിഭാഗം ഈ മീഡിയയുടെ ധർമ്മം അല്ല നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വ്യക്തമായ കോൺഗ്രസ് താല്പര്യവും UDF താല്പര്യവുമാണുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള നിലപാടുകൾ അവരുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പല രീതിയിലാകാം. ഇപ്പോൾ മീഡിയയിലെ പ്രധാനികൾ തന്നെ പെയ്ഡ് ന്യൂസിനെ പറ്റി മുൻപ് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായ താല്പര്യത്തിൻ്റെ ഭാഗമാവാം. പിന്നെ ചിലർക്കുള്ള ഇടതുപക്ഷ വിരോധത്തിൻ്റെ ഭാഗമായുള്ള നിലപാടുകളാകാം. ഇങ്ങനെയൊക്കെ കൂടിയുള്ള വ്യത്യസ്ത നിലപാടുകൾ നമ്മുടെ കേരളത്തിൽ ചില മീഡിയകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ എല്ലാ മീഡിയ അങ്ങനെയാണെന്ന് കാണാനും പറ്റില്ല. പുല്ലേപ്പടിയിൽ കുത്തേറ്റ് മരിച്ച 10 വയസ്സുകാരന്റെ വീട്ടിലേക്കാണ് സഖാവ് പിണറായി വിജയൻ ഇനി. ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ യാത്ര കുത്തേറ്റ് മരിച്ച റിസ്റ്റി ജോണിന്റെ വീട്ടിലേക്കാണ്. ആദ്യം കുടുംബാംഗങ്ങളോട് ആശ്വാസവാക്കുകൾ, പിന്നെ ലഹരി മാഫിയയെ ഇല്ലാതാക്കാനുള്ള സർക്കാർ നടപടികളെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം. ഇത് നമ്മുടെ നാട്ടിനെ വല്ലാതെ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ്. എന്നാൽ അതിനേക്കാളും ഞെട്ടലുളവാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. ഈ പ്രദേശത്ത് മയക്കുമരുന്നിൻ്റെ വ്യാപനം തുടങ്ങിയിട്ട് കുറേ നാളായി. DYFI പോലുള്ള സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട് പരാതികളും നേരത്തെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മയക്കുമരുന്ന് വ്യാപിപ്പിക്കുന്ന നില തന്നെ ചിലർ ബോധപൂർവം സ്വീകരിക്കുകയാണ്. ഇപ്പോൾ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ട ഔദ്യോഗിക സംവിധാനം തീർത്തും നിർജ്ജീവമായിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പെരുമ്പാവൂരിലേക്കാണ് ഇനി. മലയോര മേഖലയിലേക്ക് കടക്കുമ്പോൾ റബ്ബർ വിലയിടിവും കാർഷിക പ്രതിസന്ധിയും പ്രസംഗത്തിൽ വിഷയമാണ്. നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ LDF കാണുന്നത് കാർഷിക കേരളത്തിൻ്റെ വികസനം ആദ്യം ഉറപ്പുവരുത്തണമെന്നാണ്. അപ്പോൾ കൃഷി നല്ല തോതിൽ അഭിവൃദ്ധിപ്പെടണം.
അതിന് ഇന്നത്തെ കാലത്ത് നൂതനമായ ഒട്ടേറെ സാങ്കേതിക വിദ്യകൾ കാർഷിക രംഗത്ത് ഉപയോഗിക്കേണ്ടതുണ്ട്. അതെല്ലാം ഉപയോഗിക്കാനാവണം. ഉൽപാദനം വർദ്ധിക്കണം, ഉൽപാദനക്ഷമത കൂടണം. അതേസമയം കാർഷിക വിളക്ക് ന്യായമായ വില ലഭിക്കണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടി സംവിധാനമുണ്ടാക്കണം. ഓരോ കാർഷിക വിളക്കും കൃഷിച്ചെലവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വില നിശ്ചയിക്കും. ആ വിലയിൽ താഴോട്ട് പോകുമ്പോൾ ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടി ഉണ്ടാക്കിയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ വിള സംഭരിക്കാൻ തയ്യാറാവണം. സംഭരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വില കൃഷിക്കാരന് നൽകുകയും വേണം. നമ്മുടെ കേരളത്തിൽ ജൈവ പച്ചക്കറി കൃഷി ഇപ്പോൾ ഒരു സംസ്കാരമായി വന്നിട്ടുണ്ട്. പച്ചക്കറി കൃഷി സ്വയം പര്യാപ്തമാവണം. പച്ചക്കറിയിൽ നമ്മുടെ നാട് സ്വയം പര്യാപ്തമാകണം. അതുപോലെ തന്നെ മുട്ടയിലും പാലിലും. LDF പ്രകടന പത്രിക പറയുന്നത് പച്ചക്കറി 50,000 ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യണമെന്നാണ്. അങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാർഷിക രംഗത്തുള്ളവർ മാത്രമല്ല കാർഷിക രംഗത്തുണ്ടാവുക. കാർഷിക രംഗത്തുള്ളവരെല്ലാം പുതിയ ഉണർവോടെ കാർഷിക രംഗത്ത് തന്നെ നിൽക്കും. അഡ്വക്കേറ്റ് ഷിജി ശിവജി മത്സരിക്കുന്ന കുന്നത്തുനാട് മണ്ഡലത്തിലെ പൊതുയോഗത്തിന് നല്ല ആൾത്തിരക്കുണ്ട്. നേതാവിന്റെ ഓരോ വാക്കിനും സദസ്സിൽ നിന്ന് പിന്തുണയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ യുവാക്കൾ നിരാശരാണ്. ഇവിടെ ഉയർന്ന സാങ്കേതിക വിദ്യ നേടിയവരുണ്ട്, ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട്. എന്നാൽ അവർക്കൊന്നും തൊഴിലവസരമില്ല. തൊഴിലവസരം ഇവിടെ ഒരുക്കിയിട്ടേയില്ല. ലക്ഷങ്ങളാണ് തൊഴിലിനു വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്നത്. LDF വിവിധ മേഖലയിലുള്ള തൊഴിലവസരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇലക്ട്രോണിക്സ് മേഖല അതിലൊന്നാണ്. സിലിക്കൺ വാലി പോലുള്ള ഇലക്ട്രോണിക്സ് മേഖലയുടെ വികസനത്തിൻ്റെതായ കേന്ദ്രങ്ങൾ നമുക്ക് സ്ഥാപിക്കണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ. വലിയ ആത്മവിശ്വാസം വേണ്ട, ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മുന്നേറണമെന്നാണ് പ്രസംഗങ്ങളിലെ ആഹ്വാനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വലിയ തോതിൽ വിജയിപ്പിക്കാനാണ് കേരളീയ സമൂഹമാകെ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കൂടെ ജീവിച്ചു വരുന്ന സഖാവ് വി സലീമാണ്. സലീമിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങളിൽ ഓരോരുത്തരും ഓരോ കുടുംബവും സലീമിനെ ഒരു കുടുംബാംഗമായി കാണുന്നു എന്നതാണ് വസ്തുത. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണെന്ന് നാം കാണുന്നു. പോരാട്ടത്തിൽ അലസതയും അലംഭാവവും അതിർകവിഞ്ഞ ആത്മവിശ്വാസവും പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഘട്ടത്തിലും നല്ല ജാഗ്രത പുലർത്താൻ പോരാട്ടത്തിന് കഴിയണം. ആലുവ മണ്ഡലത്തിലെ പൊതുപരിപാടി കഴിയുമ്പോൾ നേരം നന്നേ ഇരുട്ടിയിരിക്കുന്നു. സംഘാടകരുടെ കണക്കുകൾ തെറ്റിച്ച് ഒരു ദിവസത്തെ പരിപാടി അവസാനിക്കുന്നത് വളരെ വൈകിയാണ്. ഓരോ ജില്ലയിലെയും പ്രാദേശിക വിഷയങ്ങൾ കൂടി സ്പർശിച്ചുകൊണ്ടാണ് നേതാവിന്റെ പ്രസംഗം. ഒരു ദിവസത്തെ വിശ്രമമില്ലാത്ത പ്രചരണ പരിപാടികൾക്ക് ശേഷം അദ്ദേഹം മടങ്ങുകയാണ് മറ്റൊരു ജില്ലയിലേക്ക്.
വിക്രം